ഹായ് ഓൾ, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ എന്താണ് എല്ലാവരുടെ വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ? അൽഹംദുലില്ലാ നമ്മളും ഇവിടെ അടിപൊളിയായിട്ടിരിക്കുകയാണ് കേട്ടോ. ഇന്ന് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനായിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ വന്നിട്ടുള്ളത്. ഞാനിപ്പോൾ വീഡിയോയിലൂടെ വഴിയെ അത് പറയാം കേട്ടോ. ഇപ്പം നമ്മൾ ഒരു ഫ്രൈഡേ വൈകുന്നേരം ഒരു 5:30 ആയപ്പോൾ ഞാനും മക്കളും കൂടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഡ്രൈവ് ചെയ്യൽ തുടങ്ങിയതിന് ശേഷം ഒറ്റയ്ക്ക് ഇത്ര ലോങ് ആയിട്ട് ഡ്രൈവ് ചെയ്യുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ. എങ്ങോട്ടാണെന്ന് പോകുന്നതെന്ന് വെച്ചാൽ ഇന്ന് നമ്മുടെ കാക്കു വരുന്നുണ്ട് കേട്ടോ. എയർപോർട്ടിലേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത്. പക്ഷേ മക്കൾക്ക് 3 പേർക്കും അറിയില്ല കേട്ടോ. നമ്മൾ എയർപോർട്ടിലേക്കാണ് പോകുന്നതെന്ന് അവർക്കറിയാം, പക്ഷേ എന്തിനാണ് പോകുന്നതെന്ന് അവർക്കറിയില്ല കേട്ടോ. അപ്പോൾ കാക്കു എന്നോട് തലേ ദിവസമാണ് കേട്ടോ വിളിച്ചു പറഞ്ഞത്, ഇങ്ങനെ വരുന്നുണ്ട് വൈകുന്നേരം ഒരു 6:30 ആകുമ്പോൾ നമ്മളെ കാലിക്കറ്റ് എയർപോർട്ടിലെത്തും, അപ്പോൾ മക്കളെയും കൂട്ടി വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർക്കൊരു സർപ്രൈസ് കൊടുക്കുക, അതുകൊണ്ട് ഞാനാണ് വരുന്നതെന്ന് അവരോട് പറയണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എയർപോർട്ടിലേക്ക് പോകുമ്പോൾ എന്തായാലും അവർ ഇനിയിപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇനി നേരെ വീട്ടിലേക്ക് തന്നെയാണ് കേട്ടോ പോകുന്നത്. അതിൻ്റെ ഇടയിലായിട്ട് നമ്മൾ കാക്കുൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലൊന്ന് കയറും. അവിടെ ചെറിയ മക്കളുണ്ട്, അപ്പോൾ അവർക്ക് കുറച്ച് സാധനങ്ങളുടെ അവരുടെ ഉപ്പ കൊടുത്തയച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് അവരെ ഏൽപ്പിക്കണം. എന്നിട്ട് പിന്നെ നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോകും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെ തന്നെയാണ് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുന്നതാണ് കേട്ടോ വിചാരിക്കുന്നത്. നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഫസ്റ്റ് കാണുന്ന ആളുകളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമൻറ്റുകൾ എഴുതാനും മറക്കരുത് കേട്ടോ. നമ്മളെ വീഡിയോ ഒരുപാട് ആളുകൾ കാണുന്നുണ്ട് കേട്ടോ, പക്ഷേ അധികം ആളുകളും ലൈക്ക് ചെയ്യാൻ മറന്നു പോയതാണെന്ന് തോന്നുന്നു. ലൈക്ക് അങ്ങനെ ചെയ്യാറില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കാണുന്ന സമയത്ത് തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. ഇനിയിപ്പോൾ എൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഞാനും അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. ഞാനൊരു വീഡിയോ കാണും, എനിക്ക് ഇഷ്ടപ്പെട്ട ചിലപ്പോൾ മുഴുവനായിട്ട് കാണും കേട്ടോ, പക്ഷേ ചില സമയത്തൊക്കെ ഞാൻ ലൈക്ക് ചെയ്യാനായിട്ട് മറന്നു പോകാറുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ നമ്മൾ വീഡിയോ കാണുന്ന സമയത്ത് തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമൻറ്റുകൾ നിങ്ങൾ എഴുതുക കേട്ടോ. നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും ഒക്കെ എഴുതി അറിയിക്കണം കേട്ടോ. എന്നാലേ നമുക്ക് എന്തെങ്കിലും നമ്മുടെ വീഡിയോയിൽ കറക്ഷൻസ് വരുത്താൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നമുക്ക് എന്തായാലും ചെയ്യാമല്ലോ.
അപ്പം അങ്ങനെയൊക്കെയാണ്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മളെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കുറച്ച് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങണ ആ സമയത്തൊക്കെ നമ്മളിങ്ങനെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം നോക്കിക്കൊണ്ടേയിരിക്കണ ഒരു സമയം ഉണ്ടായിരുന്നു കേട്ടോ. എനിക്കായാലും ഇനിയിപ്പോൾ ഫസ്റ്റ് യൂട്യൂബിലേക്ക് വരുന്ന ആളുകളായാലും കേട്ടോ, 1000 സബ്സ്ക്രൈബർ തികയ്ക്കുക എന്നുള്ളൊരു അത് നമ്മളൊരു ലക്ഷ്യം തന്നെയായിരിക്കും കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ ഞാൻ അങ്ങനെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം നോക്കാറുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം മാഷാ അല്ലാഹ് അൽഹംദുലില്ലാ നമ്മളൊരു 10,000 സബ്സ്ക്രൈബറിലേക്ക് എത്താനായിട്ട് പോകുന്ന സമയത്ത് കുറച്ച് സബ്സ്ക്രൈബറിൻ്റെ എണ്ണം കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്തുകൊണ്ടാണ് അൺസബ്സ്ക്രൈബ് ചെയ്ത് പോയതെന്ന് അറിയില്ല. അത് അവരുടെ ഇഷ്ടമാണ്. അവർ സബ്സ്ക്രൈബ് ചെയ്യുന്നതും ചെയ്യാത്തതൊക്കെ അവരുടെ ഇഷ്ടമാണല്ലോ. അപ്പം അതിനൊന്നും എനിക്ക് അത്ര വലിയൊരു സങ്കടമോ കാര്യങ്ങളോ ഇല്ല കേട്ടോ. കാരണം ഞാനിപ്പോൾ ഈ ഒരു ലെവലിൽ എത്തി നിൽക്കുന്നത് തന്നെ എനിക്ക് ഭയങ്കര ലക്കായിട്ടാണ് കേട്ടോ തോന്നുന്നത്. 1000 സബ്സ്ക്രൈബർ തികയാതെ എത്രയോ ആളുകൾ ഉണ്ടല്ലേ നമ്മളെ കൂട്ടത്തിൽ തന്നെ. അപ്പം അതിൽ നിന്നൊക്കെ കവിഞ്ഞ് നമ്മളിപ്പോൾ ഒരു 10,000 സബ്സ്ക്രൈബറിൽ എത്താനാകുമ്പോൾ നമ്മളിഷ്ടപ്പെടുന്ന ആളുകൾ മാത്രം നമ്മളെ ചാനലിലേക്ക് വന്നാൽ മതി, അല്ലാത്തവർ വരണ്ടെന്നുള്ള ഒരു കൺസെപ്റ്റ് തന്നെയാണ് കേട്ടോ എനിക്ക്. കാരണം നമ്മളിഷ്ടപ്പെടുന്ന കുറച്ച് ആളുകളുണ്ട്, എന്നോട് വിശേഷം ചോദിക്കുന്നവരുണ്ട്, എനിക്ക് ഇൻസ്റ്റയിൽ വന്നുകൊണ്ട് എന്തുകൊണ്ടാണ് വീഡിയോ ഇടാത്തത്, എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് നമുക്കുണ്ട് കേട്ടോ. അപ്പം അതിനിടയിൽ ചിലപ്പം കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഇതുപോലുള്ള ആളുകളുണ്ടാവും. അവരൊക്കെ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോയിക്കോട്ടെ, നമുക്കൊരു കുഴപ്പമില്ല. അവരോട് നമുക്ക് വാശിയോ ദേഷ്യമോ ഒന്നുമില്ല കേട്ടോ. പിന്നെ നമ്മളെ സബ്സ്ക്രൈബേഴ്സിനോട് നമുക്ക് കുറച്ച് നീതി പുലർത്തണമല്ലോ. അതായത് നമ്മളെ ചാനൽ കാണുമ്പോൾ, നമ്മളെ വീഡിയോസ് കാണുമ്പോൾ അതിൽ നിന്ന് അവർക്ക് എന്തെങ്കിലുമൊക്കെ നല്ലതായിട്ടുള്ള കാര്യങ്ങൾ കിട്ടണം എന്നുള്ളൊരു ഉദ്ദേശിക്കുന്ന ആളാണ് കേട്ടോ ഞാൻ. അപ്പം എന്നാൽ കഴിയുന്നത് ഞാൻ എൻ്റെ വീഡിയോസിൽ നല്ല കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്താനായിട്ട് ഞാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. അപ്പം അതൊന്ന് നിങ്ങളോട് പറയാമെന്ന് വിചാരിച്ചു. ഞാൻ പല വീഡിയോസും ചെയ്യുമ്പോൾ ഞാൻ അതിലൊക്കെ പറയാമെന്ന് വിചാരിക്കും. പക്ഷേ വീഡിയോൻ്റെ ലെങ്ത്ത് കൂടുന്നത് കാരണം ചിലപ്പോൾ ഞാൻ പറയാതെ പോകാറാണ് കേട്ടോ. അപ്പം അൺസബ്സ്ക്രൈബ് ചെയ്ത് പോയ ആളുകളോട് എനിക്കൊരു ദേഷ്യവും ഇല്ല. എന്നെ ഇഷ്ടപ്പെടുന്ന എൻ്റെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സുണ്ട്, അവരോട് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. ഫുഡ് അടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് മക്കളൊക്കെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ആ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ഭാഗത്തായിട്ട് കുറച്ച് ചെറിയൊരു രൂപത്തിൽ പ്ലേ ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അവർ. അപ്പോൾ മക്കളൊക്കെ അവിടെയൊക്കെ കളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇത്രയൊക്കെ തന്നെയാണ് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുന്നുണ്ടോ ഞാൻ വിചാരിക്കുന്നത്. ഇനിയിപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ല വീഡിയോ ഒക്കെ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരണം. നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് എന്തായാലും ആവശ്യമാണ് കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ടേക്ക് കെയർ.